ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ വാപ്പാടെ കൂടെ ജോലിക്ക് പോകാൻ പോവാണ്. ഒപ്പം അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോവാം. അപ്പൊ ഇതാണ് എൻ്റെ വാപ്പിയാരെ ഫോൺ വിളിച്ചിട്ടിരിക്കുകയാണ്. വാപ്പയുടെ ജോലി എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് കുറെ പൂക്കിത്തരങ്ങളും തൂക്കിത്തരങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഗായ്സ്, ഇതാണ് വാപ്പയുടെ വണ്ടി. ഈ വണ്ടിക്കാണ് നമ്മൾ പോകാൻ പോകുന്ന ജോലിക്ക്. അപ്പൊ നമ്മൾ പോകുന്ന ജോലിക്ക് എന്തായാലും പേന മസ്റ്റാണ്. അതുകൊണ്ടാണ് എന്റെ വായിൽ പേന ഇരിക്കുന്നത്. ഞാൻ കുറച്ച് സൺ കിസറൊക്കെ വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ട്. സൺ എന്നെ ഒന്ന് ഉമ്മ വെച്ച് ഗായ്സ്. എന്നെ വേറെ ആരും ഉമ്മ വെക്കാൻ ഇല്ലാത്തതുകൊണ്ട് സണ്ണ് ഒന്ന് ഉമ്മ വെച്ച് ചുമ്മാ ഇരുന്ന് പൂച്ചേനെ ഓടിച്ചു വിട്ടപ്പോൾ ആഹാ എന്തൊരു ആശ്വാസം. നമ്മുടെ ഉമ്മിയോട് ബൈ പറയാണ്. ഉമ്മിയോട് ടാറ്റ ബൈ ബൈ സി യു എന്ന് പറയണം. അപ്പോൾ ഉമ്മിയും ടാറ്റ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇറങ്ങുവാണ്. ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ നൈസായിട്ട് ഇറങ്ങാൻ പോകണം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുവാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് പണി കിട്ടി. ഗേറ്റ് അടച്ചിട്ടേക്ക് ട്രെയിൻ വരുന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തണമെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ നിർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രെയിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വാപ്പയുടെ ജോലി എന്താണെന്നുള്ളവർക്ക് പറയണ്ടേ? വാപ്പയുടെ ജോലി എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാൾമെന്റിന്റെ പരിപാടിയാണ്. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് നമ്മൾ ആഴ്ചയിൽ നമ്മുടെ ഓരോ വീട്ടുകാരോട് പൈസ നമ്മളിങ്ങനെ വാങ്ങിച്ചിരിക്കും. EMI ഒക്കെ പോലെ തന്നെ നമ്മൾ പൈസ വാങ്ങിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ വാപ്പ മുറുക്കാൻ വാങ്ങിച്ചിട്ടുണ്ട്. മുറുക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോപ്പിക്കോ വാങ്ങിച്ചിട്ടുണ്ട്. കോപ്പിക്കോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോപ്പിക്കോ ഞം ആഹാ എന്ത് റെസിപ്പി. കോപ്പിക്കോ അലുത്തിരുന്ന ചോളെ എന്തോ ടേസ്റ്റ്. അപ്പോൾ നമ്മളിനി ഓരോ വീട്ടിൽ നടന്ന് നമ്മൾ കൊടുത്ത സാധനങ്ങളുടെ പൈസ നമ്മൾ ആഴ്ചയിൽ അവരുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മീൻ കണ്ട് എന്തോരം മീനുകളാ ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ വീട്ടിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് ഞാൻ ക്ഷീണിച്ച് കുറച്ച് പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഓരോ വീട്ടിൽ നിന്ന്. വെയിലുകൊണ്ട് ആകപ്പാടി ഞാൻ തളർന്നു പോയി. എൻ്റെ നിഴല് വരെ എന്നോട് ചോദിച്ചു നിനക്ക് വീട്ടിൽ ഇരുന്നൂടെ ഇടാന്ന്. അപ്പം ഞാൻ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് വാപ്പി പൊറോട്ട വാങ്ങിച്ചേണ്ടി വരുവാണ്. പൊറോട്ട കിട്ടുന്ന ഹോട്ടലിൽ കറിയില്ല, കറി കിട്ടുന്ന ഹോട്ടലിൽ പൊറോട്ട ഇല്ല. ഗ്യാസിൻ്റെ വില കൂടി കൊണ്ട് ആരും പൊറോട്ട അടിക്കുന്നില്ല. ഞങ്ങളുടെയൊക്കെ പൊറോട്ടക്ക് 17 രൂപയായി. ഓക്കെ, അപ്പോൾ നമ്മൾ പൊറോട്ട മാത്രം വാങ്ങിച്ച് കറിയുള്ള ഹോട്ടലായിട്ട് പോയി നമ്മൾ പൊറോട്ട നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് നമ്മൾ പൊട്ടക്കറിയായിട്ട് കഴിക്കുകയാണ്. അതിന് നമ്മൾ വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ജോലി കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ കൊടുത്ത സാധനത്തിൻ്റെ പൈസയാണ് അവർ ആഴ്ച നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഓടി നടന്നു ആകപ്പാട് വിഷമിച്ചു. ഒരു വീട്ടിൽ ചെന്ന് ചേച്ചി എന്ന് വിളിച്ചപ്പോൾ ഒരു കോഴി വന്നിട്ട് ഹായ് ബ്രോ എന്ന് എന്നെ വിളിച്ചു. അപ്പോൾ ഇതൊരു കോസ്റ്റൽ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ആർക്കും പണിയില്ല. കടലിൽ പണിയുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എല്ലാവർക്കും പണി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പൈസ വാങ്ങാൻ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം അന്നന്ന് പൈസ ഉണ്ടാക്കി അന്നന്ന് ജീവിക്കുന്ന പാവപ്പെട്ടവരാണ് ഇവിടെയുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് നമ്മുടെ അടുത്തുനിന്ന് ഒരു സാധനം എടുക്കുന്നത് വിശ്വസിച്ച്. അപ്പോൾ ഇതാണ് ബീച്ച്. ഇവിടെ അടുത്ത് ബീച്ചുണ്ട്. ഇതാണ് കോസ്റ്റൽ ഏരിയ എന്ന് ഞാൻ പറഞ്ഞത്. ബീച്ച് അടിപൊളിയാണ് കേസ്. നിങ്ങൾ വന്നുണ്ടാലും. അപ്പോൾ ഈ കാറിലാണ് നമ്മൾ ആൾക്കാർ പൈസ ആയിരുന്നു എല്ലാം പതിച്ചു വെക്കുന്നത്. അപ്പോൾ നമ്മൾ പോണ വേണ്ടി ഒരു സുട്ടപ്പരം കണ്ട് അവനെ സൈക്കിൾ വിട്ടാൻ പഠിപ്പിച്ചു കൊടുത്തു. അവൻ്റെ പേരെന്താണെന്ന് പറഞ്ഞതെങ്കിൽ എനിക്ക് അവൻ്റെ ഭാഷയൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് പോയി നമ്മൾ നേരെ ബേക്കറിലായിട്ട് പോകണം. ഞങ്ങൾ ദാഹിച്ചിട്ട് ഞാൻ മോരമ്പെള്ളം കുടിച്ച് വാപ്പാണെങ്കിൽ കട്ട്ലൈറ്റ് കഴിച്ച് മോരമ്പെള്ളം മിസ് മൈ സീക്രട്ട് ഓഫ് എനർജി. ആ മോരമ്പെള്ളം കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര മഴക്കാറാണെങ്കിൽ ചൂടിനൊരു കുറവില്ല. അതുകൊണ്ട് ഞാൻ മോത്താട്ടും തലയിലായിട്ടും വയലായിട്ടും എല്ലായിടത്തും വെള്ളം കയറി വെച്ചു. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, ലവ് യു ഗൈസ്.